അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 7ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റ വ നഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ദാറുൽ ഹിജ്റ മദീന. ഇമാം സുഹ്രി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്. ഹൃദിസ്ഥമാക്കുക, മനപ്പാടമാക്കുക. അഗാധം, ആഴത്തിലുള്ളത്. ലാളിത്യം, ലളിതമായത്. ദശലക്ഷം, 10 ലക്ഷം. വിനയം, താഴ്മ. സിരകൾ, ഞരമ്പുകൾ. അൽ മുവത്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥം. സുഫ്യാൻ ഇബ്നു ഉയൈന. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മക്കയിൽ ജീവിച്ച ഒരു പണ്ഡിതൻ. ജന്നത്തുൽ ബഖീഅ മസ്ജിദുൻ നബവിക്ക് സമീപം ധാരാളം സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽജദ്വൽ. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. പൂർണ്ണനാമം ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ജനനസ്ഥലം മദീന. പിതാവ് അനസ്. ശിഷ്യന്മാരിൽ പ്രമുഖർ ഇമാം അബു യൂസുഫ് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ഷൈബാനി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അപരനാമം ഇമാം മുദാരിൽ ഹിജ്റ. വഫാത്ത് ഹിജ്റ 179. ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജന്നത്തുൽ ബഖീഅ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്. സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. എനിക്ക് ഭക്ഷണം വേണ്ട, കുറച്ച് ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി. ഇത് ആരോട് എപ്പോൾ പറഞ്ഞോ ആ സന്ദർഭം വ്യക്തമാക്കണം. ഒരു പെരുന്നാൾ ദിവസം തൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടിയോട് ഉസ്താദായ ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് അന്വേഷിച്ചപ്പോൾ ആ കുട്ടി ഇല്ല എന്ന് മറുപടി പറയുന്നു. എങ്കിൽ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് ഉസ്താദ് പറയുന്നു. ഇത് കേട്ട സന്ദർഭത്തിൽ കുട്ടിയായിരുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിനോട് പറഞ്ഞ മറുപടിയാണിത്. ബാക്കിയുള്ള വർക്കുകൾ ഈ പാഠത്തിലെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.